ശ്രീനാരായണ പരമഗുരവേ നമഃ. നരരൂപം ധരിച്ചോരു പരമാത്മസ്വരൂപനാം നാരായണ ഗുരുത്തംസം സാഷ്ടാംഗം പ്രണമിച്ചിടാം. അംബാമംബുജ സംസ്ഥിതാം ധൃതശുഖാം പീയൂഷഹസ്തോജ്വലാം ആപീനസ്തനഭാരമണ്ഡിതതനും ചിന്മുദ്രയാ ജ്ഞാനദാം ശ്രീനാരായണ ദേവവന്ദിതപദാം ക്ഷൗമാംബരാം ഭാരതിം ധ്യായേധ്യാനവിധാതൃപുസ്തകലസത്പാണീം ശിവാം ശാരദാം. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ നിത്യചൈതന്യമായ ശ്രീനാരായണ മാമുനിയുടെയും ഒന്നായ മാമതിയായ ജ്ഞാനസ്വരൂപിണിയായ ജഗജ്ജനനിയായ ശാരദാംബയുടെയും പാദാരവിന്ദങ്ങളിൽ നിറഞ്ഞ പ്രണാമം. ആചാര്യപാദങ്ങളിൽ വന്ദനം. സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീത നമസ്കാരം. നവരാത്രിയോടനുബന്ധിച്ച് ശ്രീനാരായണ മാമുനിയാൽ വിരചിതമായ രത്നസമാനമായ 9 പദ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായ അത്യുജ്വല അദ്വൈത വേദാന്ത കൃതി ജനനി നവരത്ന മഞ്ജരിയുടെ മനനം ഈ നവരാത്രി ദിനങ്ങളിൽ ഓരോ ദിവസവും ഒരു മന്ത്രം വീതം നാം മനനം വിധേയമാക്കുകയാണ്. ദുർഗാദേവിയെ 9 ഭാവങ്ങളിൽ ഈ 9 ദിവസങ്ങളിലായി ആരാധിക്കുന്നു. ശൈലപുത്രിയായും ബ്രഹ്മചാരിണിയായും ചന്ദ്രഗന്ധയായും കൂഷ്മാണ്ഡയായും സ്കന്ദമാതയായും കത്യായനിയായും കാളരാത്രിയായും മഹാഗൗരിയായും സിദ്ധിദാത്രിയുമായും ഒക്കെ 9 ദിവസങ്ങളിലും ആരാധിച്ച് പിറ്റേ ദിവസം നമ്മൾ വിജയദശമി ആഘോഷിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും തിന്മയെ ജയിക്കുന്ന നന്മ, അല്ലെങ്കിൽ അന്ധകാരമെല്ലാം ജ്ഞാനപ്രകാശം കൊണ്ട് മാറ്റപ്പെടുന്നു. നമ്മളിൽ ആന്തരികമായ ഒരു വിശുദ്ധീകരണവും എല്ലാ ആസുരിക ഗുണങ്ങളുടെയും നാശവും ആ ഒരു ശക്തിയെ പ്രദാനം ചെയ്യുന്ന 9 ദിനരാത്രങ്ങൾ. ഈ 9 ദിവസവും ഓരോ മന്ത്രം വീതം ഈ അക്ഷരമലരുകൾ അർച്ചനാ കുസുമങ്ങളായി ആ ജഗജ്ജനനിയായ സകലം പെറും ആദിബീജമായ നാദസ്വരൂപിണിയായ ശാരദാംബയുടെ പാദകമലങ്ങളിലേക്ക് ഭക്തിപൂർവം നമുക്ക് സമർപ്പിക്കാം. അർച്ചനാ കുസുമമായി ഓരോ മന്ത്രവും ഓരോ ദിവസവും നമുക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ നവരാത്രി മഹോത്സവം കൊണ്ടാടും. ശിവഗിരിയിലെ ശാരദാമഠത്തിന് തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ നാരായണ ഗുരു രചിച്ച സ്തോത്രകൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. കൊല്ലവർഷം 1084 ചിങ്ങം 26-ാം തീയതി ഗുരുദേവന്റെ ജന്മനാൾ ദിവസം ശിവഗിരിയിൽ ശാരദാമഠത്തിന് ശിലാസ്ഥാപനം നടത്തിയിട്ട് അവിടെ വെച്ച് തന്നെ രചിച്ചതാണ് ഈ കൃതി. മത്തേപം വൃത്തത്തിലാണ് ഈ കൃതിയുടെ രചന. പേരുകൊണ്ട് ദേവീസ്തുതിയാണെന്ന് തോന്നാമെങ്കിലും ഉജ്ജ്വലമായ ഒരു അദ്വൈത വേദാന്ത കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. വാഗ്ദേവത നൃത്തം വെച്ച് നിൽക്കുന്ന ഈ കൃതി ഗുരുദേവന്റെ അതുല്യമായ
കവിത്വ ശക്തിക്ക് നിദാനം കൂടിയാണ്. ശാരദ അറിവിൻ്റെ ദേവതയാണ്. ഇവിടെയാകട്ടെ അറിവ് വടിവാർന്നവളായി തന്നെ ശാരദയെ കാണുന്നു. അറിവാണ് ആത്മസ്വരൂപം. ആത്മസത്യം സ്വന്തം മായ കൊണ്ട് എല്ലാമായി വടിവാർന്നതാണ് പ്രപഞ്ചം. അതായത് സകലതിൻ്റെയും പ്രഭവസ്ഥാനം ആത്മാവാണ്, അറിവാണ്. അതുകൊണ്ട് ദേവിയെ ജനനിയായി കാണുന്നു. ഭാരതീയരുടെ ദേവീ സങ്കല്പത്തിൻ്റെ സംശുദ്ധ ഭാവം ഇത് തന്നെയാണ്. ദാർശനിക ചിന്തയുടെ ഉദാത്ത ഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്തോത്രകൃതി ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ്. ദർശന തെളിമ കൊണ്ടും അവതരണ ശൈലി കൊണ്ടും ഭാഷാ സൗകുമാര്യം കൊണ്ടും താളവും ലയവും ഒത്തിണങ്ങിയ പദപ്രയോഗങ്ങൾ കൊണ്ടും വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ ഉപദേശിച്ച വിശ്വമാനവികതയുടെ മഹാപ്രവാചകനും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാഭ്യാസ വിചക്ഷണനുമായ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ മഹാസന്ദേശത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി 1912 വിദ്യാദേവതയായ ശാരദാംബയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചു. അജ്ഞാനത്തെ അകറ്റി ജ്ഞാനപ്രകാശമുളവാക്കുന്ന ശാരദ ജനഹൃദയങ്ങളിൽ ആത്മബോധമുണർത്തി വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണമെന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ 1912 മെയ് 1 കൊല്ലവർഷം 1087 മേടം 18 ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച ജ്ഞാനസ്വരൂപിണിയാണ് ശ്രീ ശാരദാദേവി. സർവവിദ്യയുടെയും ദേവതയായി ജ്ഞാനസ്വരൂപിണിയെ ഏകാഗ്രതയോടെ ഉപാസിച്ചാൽ മായയായി വിലസുന്ന അജ്ഞാനത്തിൻ്റെ ആവരണം ഇല്ലാതാകും. മനുഷ്യന് സർവശ്രേയസ്സും ഉണ്ടാകുവാനുള്ള ജ്ഞാനപ്രകാശമാണ് ശിവഗിരിയിലെ ശ്രീ ശാരദാ പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ പ്രസരിപ്പിച്ചത്. ശ്രീ ശാരദ അറിവിൻ്റെ സ്വരൂപിണിയാണ്. ഒന്നായ മാമതിയായും മൂലമതിയായും ഉല്ലാഘബോധജനനിയായും ഗുരുദേവൻ വെളിപ്പെടുത്തുന്ന ജനനിയുടെ തിരുസ്വരൂപം ജനനി നവരത്ന മഞ്ജരിയിലൂടെ വെളിപ്പെടുത്തുന്നു. ശ്രീ ശാരദാമഠത്തിൻ്റെ ശിലാസ്ഥാപന വേളയിൽ തൃപ്പാദങ്ങളിൽ നിന്നും പ്രസരിച്ച ആ അനുപമേയ വാഗ്മയത്തിൻ്റെ പഠനവും ശ്രീ ശാരദാ സങ്കല്പവും ഈ നവരാത്രി ദിനങ്ങളിൽ നമുക്ക് മനനവിധേയമാക്കുവാൻ ഒന്നായ മാമതിയും മേലായ മൂലമതിയുമായ ശാരദാംബയുടെയും ശ്രീനാരായണ പരമഹംസദേവൻ്റെയും കൃപാകടാക്ഷം ആവോളം ഏവരിലേക്കും പ്രവഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ പരമസത്യം മനസ്സിൽ ഉറപ്പിക്കാം. നിശ്ചലമായി ആനന്ദഘനമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഏകമായ ബോധം ഒന്നു മാത്രമേ ഉള്ളൂ. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. വേദാന്തം പരമാവധി വരച്ചു കാണിക്കുന്ന കൃതിയാണിത്. പ്രത്യക്ഷത്തിൽ സ്തോത്രകൃതിയാണെന്ന് തോന്നും. ബ്രഹ്മസത്യം മനസ്സിൽ ഉറപ്പിക്കണം. ഈശാവാസ്യം ഇതം സർവം, സർവം ഖല്ലിതം ബ്രഹ്മ അർത്ഥവിചാരം ചെയ്താൽ വേദാന്തത്തിൻ്റെ ഗഹനമായ ആഴതലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന കൃതിയാണിത്. സ്വാനുഭൂതി സമ്പന്നതയിൽ നിന്ന് മാത്രം വരുന്ന കാര്യങ്ങളാണ് ഗുരുദേവ കൃതികളിൽ നിറഞ്ഞിരിക്കുന്നത്. കവിത്വം നിറഞ്ഞു തുളുമ്പുന്ന കൃതിയാണിത്. കാവ്യദേവത നൃത്തം ചെയ്യുന്ന കൃതി. ഈ കൃതിയുടെ രചനാ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. ഒരിക്കൽ ഭഗവാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനുഗ്രഹീതമായൊരു ദിവ്യ നിമിഷത്തിൽ അവിടുത്തെ അന്തരാത്മാവിൽ ഒരു കാവ്യശകലം പൊന്തി വന്നു. ആ ആത്മാനന്ദ രസാനുഭൂതിയിൽ ഭഗവാൻ ചൊല്ലിക്കൊടുത്ത വരികൾ കുറിച്ചെടുക്കുവാൻ പരമഭാഗ്യം ലഭിച്ചത് സംഗീതസ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുഗുണാനന്ദഗിരി സ്വാമികൾക്കാണ്. കരുവ കൃഷ്ണനാശാനാണ് പകർത്തി എഴുതിയെന്നും പറഞ്ഞു കാണുന്നു. എന്തു തന്നെയായാലും ഏത് പൂവിൽ വെച്ചാണോ ആ കാവ്യനിർദ്ധരിയുടെ പ്രവാഹമുണ്ടായത്, ആ പൂവിൽ തന്നെ കാവ്യദേവതയായ സരസ്വതിയെ ശാരദയായി മഹാഗുരു സങ്കല്പം ചെയ്ത് കുടിയിരുത്തി.
അജ്ഞാന തിമിരത്തിൽ നിന്നും ജ്ഞാനത്തിന്റെ അമൃതതലത്തിലേക്ക് നമ്മെ ആനയിക്കുന്നതിനാണ് ഗുരുദേവൻ ശാരദാ പ്രതിഷ്ഠ നടത്തിയത്. പ്രപഞ്ചത്തിന്റെ മൗലിക ശക്തിയായ ബഹുഭാവമാർന്ന ശാരദ എന്ന സങ്കല്പത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിക്കുന്നിൽ സാക്ഷാത്കരിച്ചത്. വെള്ളത്താമരയിലിരിക്കുന്ന ദേവി ഇവിടെ വീണാപാണിയല്ല, ശരതിഭവം ശാരദ എന്നാണ് ശാരദാ പദത്തിന്റെ നിരുക്തം. ശരത്കാലത്തിൽ ഭവിച്ചതുകൊണ്ട് ആ പദത്തിന് വെൺതാമര എന്നും അർത്ഥം വരുന്നു. ശ്വേതപത്മാസനസ്ഥയായ സരസ്വതി ദേവി അങ്ങനെ ശാരദ എന്ന് വിഖ്യാതിയായി. ഗുണമണ്ഡലത്തിൽ വെള്ള നിറം സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വെൺതാമരയിൽ ഇരിക്കുന്ന ശാരദ ശുദ്ധമായ ഹൃദയകമലത്തിലെ പരമാത്മ ചൈതന്യം തന്നെ. ആരാണ് ശാരദ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പരമപവിത്രമായ ലളിതാ സഹസ്രനാമം വാഴ്ത്തുന്ന ദേവിയുടെ ത്രിഗുണഭാവങ്ങളിൽ ജ്ഞാനസ്വരൂപിണിയായ ദേവിയാണ് സരസ്വതി. ശാരദാ സന്നിധിയിലെ സ്തോത്രങ്ങൾ ചൊല്ലി ദേവിയെ ആരാധിച്ചാൽ മതിയെന്ന് ഗുരുകൽപ്പനയുണ്ട്. ദേവി സ്തോത്രങ്ങളിൽ പ്രിയമുള്ളവളും അതിനാൽ പ്രീതിപ്പെടുന്നതുമാണ്. സ്തോത്രപ്രിയ എന്ന് ലളിതാ സഹസ്രനാമം വാഴ്ത്തുന്നത് ശ്രദ്ധേയമാണ്. ശാരദാദേവി വിദ്യാസ്വരൂപിണിയായി ഭക്തരെ മുക്തരാക്കുന്നു. ശാരദാദേവിയുടെ സ്വരൂപത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന ഗുരുദേവന്റെ മഹനീയ സൃഷ്ടിയാണ് ജനനി നവരത്ന മഞ്ജരി. ഗുരുദേവനിലെ ഭക്തനും വേദാന്തിയും ദാർശനികവും മഹാകവിയും ഒന്നായി ചേരുന്നു. ദാർശനിക ചിന്തയുടെ ഉദാത്ത ഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ കൃതി ഗുരുദേവ കൃതികളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ്. ഇന്ന് ജനനി നവരത്ന മഞ്ജരിയുടെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്നാവിരാപടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ. ഈശ്വര സാക്ഷാത്കാരത്തിന്റെ അമൃതം നുകർന്ന ശ്രീനാരായണ ഗുരുദേവൻ താൻ അനുഭവിച്ചറിഞ്ഞ ഈശ്വര സത്തയെ ഭക്തജനങ്ങൾക്കായി പകർന്നു നൽകിയ മധുമൊഴികളുടെ കാവ്യരത്നമാണ് ജനനി നവരത്ന മഞ്ജരി. ഈ 9 രത്നങ്ങളെ അതീവ ജാഗ്രതയോടുകൂടി മനനം ചെയ്ത് ജഗദംബയായ ശാരദാദേവിയുടെ പാദകമലങ്ങളിൽ അർച്ചന കുസുമങ്ങളായി സമർപ്പിക്കുന്നതിനുള്ള ഒരു സുവർണ അവസരം പരമാചാര്യൻ്റെയും ശാരദാംബയുടെയും കൃപാതിരേകത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഗുരുദേവ കൃതികളിൽ ഏറ്റവും കാവ്യസുഷമയുള്ള കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ഏകമായ പരമാത്മ തത്വത്തെ ഏറ്റവും മനോജ്ഞമായ പദങ്ങൾ കൊണ്ട് ആവിഷ്കരിച്ചിരിക്കുന്നു. ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട കൃതിയാണിത്. വിദ്യാരൂപിണിയായ ജനനിയെ ഗുരുദേവൻ സംബോധന ചെയ്യുന്നു. നമ്മൾ കാണുന്ന ഏത് വസ്തുവും അകവും പുറവും ആ ബോധത്താൽ നിറഞ്ഞിരിക്കുന്നു. അദ്വയമായ പരമാത്മ സത്തയിൽ നിന്ന് എണ്ണമറ്റ ജ്ഞാതൃജ്ഞാന ജ്ഞേയ രൂപങ്ങളാകുന്ന ത്രിപുടി ഉണ്ടായി വന്നു. അങ്ങനെ തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ആത്മഭാവം വിസ്മരിച്ച് ജഡപദാർത്ഥങ്ങളിൽ താല്പര്യമുണ്ടായി. ദുഃഖ സമുദ്രത്തിൽ വീണുപോയി. ഇങ്ങനെ കഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സ് സത്യത്തിലേക്ക് ലക്ഷ്യം കാണിച്ചു തരുന്ന അനാഹത ധ്വനിമണ്ഡലമായ ഓങ്കാരത്തിൽ ലയിച്ച് അത്യന്തം ശോഭയോടുകൂടിയ ജ്ഞാനകേന്ദ്രത്തിൽ അസ്തമിച്ച് ശാന്തമാകുവാൻ അല്ലയോ ജഗദംബേ എന്നാണ് എനിക്ക് ഭാഗ്യമുണ്ടാകുക. ജീവൻ ആത്മചൈതന്യത്തിൽ നിന്നും പുറപ്പെട്ടു. ഇടയ്ക്ക് ആത്മവിസ്മരണമുണ്ടായി. വീണ്ടും ആത്മാവിൽ ചെന്നു ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പരമസത്യത്തെ ജനനി എന്ന് സംബോധന ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഷയജ്ഞാനങ്ങളും ത്രിപുടിയോടുകൂടിയതാണ്. കേവല ജ്ഞാനസ്വരൂപമായ പരമാത്മാവ് തന്നെയാണ് ഒന്നായ മാമതി, ആ ഏകമായ അറിവ്, ആ അഖണ്ഡ ബോധം. ഒന്നായ മാമതിയിൽ നിന്ന് എണ്ണമറ്റ ത്രിപുടികൾ ഉണ്ടായി.
ഒന്നായ മാമതി എന്ന് പറയുന്നത് അഖണ്ഡ ബോധസത്തയാണ്. സൃഷ്ടിക്ക് മുൻപുണ്ടായിരുന്ന ബോധസത്ത താൻ പലതായി ഭവിക്കട്ടെ എന്ന് സങ്കല്പിച്ചതോടുകൂടി ത്രിപുടി രൂപത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ അതിൽ പൊങ്ങി വന്നു. ഈ സൃഷ്ടി രഹസ്യമാണ് 1000 ത്രിപുടി വന്നു എന്ന് ഗുരുദേവൻ വിവരിക്കുന്നത്. ത്രിപുടി ഉണ്ടായതുകൊണ്ട് തൻ മതി മറന്നു. ഞാൻ അഖണ്ഡമായ സത്യമാണെന്ന അറിവിന് മറവി സംഭവിക്കുന്നു. 1000 ത്രിപുടി എന്ന് പറയുന്നത് വ്യാവഹാരിക ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടുന്ന എണ്ണമറ്റ ക്രിയാപുടങ്ങളാകുന്നു. ഇന്ദ്രിയങ്ങളുടെ അന്നം വിഷയങ്ങളാണ്. ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം എന്നിവയാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. തന്മതി എന്നാൽ ഞാൻ ഈശ്വരനാണ് എന്ന ബോധം, അഥവാ ഞാൻ മഹാമതി ആണെന്ന ബോധം. അനാദിയിൽ പ്രിയം ഉണർന്നതുകൊണ്ട് ഞാൻ ഈശ്വരനാണെന്ന ബോധത്തിന് മറവി സംഭവിച്ചു. ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി വർദ്ധിക്കുമ്പോൾ നാം എന്നേക്കുമായി അടലാം കടലിൽ, ദുഃഖക്കടലിൽ വീണു പോകുന്നു. ഏതൊരു ജീവന്റെയും ഗതി ഈശ്വര സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപമെന്ന് ആത്മോപദേശ ശതകത്തിൽ ഭഗവാൻ പറയും. ത്രിപുടി അറുമ്പോൾ അറിവിന്റെ കേന്ദ്രമായ ചിന്നാഭിയിൽ എത്തിച്ചേർന്ന് നാദഭൂമിയിൽ അമർന്ന് നിത്യമായ ആനന്ദം അനുഭവിക്കണം. യോഗ സാധനകളിലൂടെ മുന്നേറുന്ന സാധകൻ ആ നാദം ശ്രവിക്കുന്നു. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനി. ഇവിടെ ഒന്നാമത്തെ മന്ത്രത്തില് അമ്മയോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഗുരു തുടങ്ങുന്നത്. ഗതിപെറും നാദഭൂമിയിൽ അമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി അറുമ്പടി കലർന്ന ആറിടാൻ അല്ലയോ ജനനി എന്നാണ് എനിക്ക് സാധിക്കുന്നത്? ദുർലഭമായ ഈ നരജന്മം ലഭിച്ചിട്ടും അറിയേണ്ടതിനെ അറിയാതെ പരിണമിച്ചും ജീർണിച്ചും നശിച്ചും പോകുന്നു. എത്രയോ ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് നാം മനനം ചെയ്യാനാകുന്ന മനുഷ്യനായത്. എന്നിട്ടും വേണ്ട വിധം അത് ഉപയോഗിക്കാൻ സാധിക്കാത്തത് അജ്ഞത കൊണ്ടാണ്. മനുഷ്യത്വവും മുമുക്ഷുത്വവും മഹാപുരുഷ സംശ്രയവും ദുർലഭമായ ദൈവാനുഗ്രഹങ്ങളാണെന്ന് ശ്രീ ശങ്കരൻ പറയുന്നു. നമ്മുടെ ശരീരം സപ്തമലങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. തൊലിയും എലുമ്പും മലം ദുരന്തം അന്തക്കലകളുമേന്തും അഹന്തയൊന്നു കാണുക. പൊലിയും ഇതന്യ പൊലിഞ്ഞ് പൂർണ്ണമാകും വലിയൊരഹന്ത വരം തരേണമെന്ന് ആത്മോപദേശ ശതകത്തിൽ ഭഗവാൻ പറയുന്നു. ഞാനെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ശരീരം എന്ന് ഗുരു ആത്മോപദേശത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു തോലുകൊണ്ട് പൊതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തെ കാക്ക കൊത്തി തിന്നേനെ എന്ന് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യര് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കങ്കമാദികൾ അശിച്ചിടുന്ന ഒരു അശനമാണ് ശരീരമെന്ന് മണ്ണന്തരദേവി സ്തവത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നു. ചിതലോ ഭസ്മമോ ആയി മാറുന്ന ഈ മലഭാണ്ഡമല്ല ഞാനെന്നറിഞ്ഞാൽ ശരീരമെന്ന ഗൃഹത്തിൽ ഇരിക്കുമ്പോഴും നമുക്ക് മോചനം തേടാം. ബന്ധമോക്ഷങ്ങളുടെ ഈ രഹസ്യമാണ് ജനനി നവരത്ന മഞ്ജരിയിലെ ആദ്യത്തെ ശ്ലോകം. അതിൻ്റെ ആദ്യത്തെ പകുതി ബന്ധനത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ചും രണ്ടാമത്തെ ഭാഗം മോക്ഷത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. വളരെ കാരുണ്യപൂർവമാണ് ഗുരു ബന്ധനത്തിൻ്റെ അവസ്ഥയെ നോക്കിക്കാണുന്നത്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നു, അതോടെ തൻ മതി മറന്നു, തുടർന്ന് അന്നാദിയിൽ പ്രിയമുയർന്നു, അതുകൊണ്ട് തന്നെ ദുഃഖമാകുന്ന കടലിൽ എൻ്റെ അന്ധക്കരണമാകവേ വീണ് വലയാനിടയായി. ഗുരുവിന് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ചില വാക്കുകളാണ്. അതിലൊന്നാണ് ഒന്നായ മാമതി. പദധ്യാനത്തിനെടുക്കേണ്ട വാക്കാണ്. ഏകമായ മഹജ്ഞാനം, ആ അഖണ്ഡ ബോധം, അദ്വൈതമായ പരമാത്മ സത്ത അഥവാ ബ്രഹ്മം എന്ന് തന്നെ അർത്ഥം. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപുണ്ടായിരുന്ന അഖണ്ഡമായ ബോധസത്ത് തന്നെയാണ് ഗുരുവിൻ്റെ ഒന്നായ മാമതി, ആ ഏകമായ അറിവ്. നമ്മളെല്ലാം തന്നെ ഉള്ളിൽ
ഞാൻ എന്ന് സ്ഫുരിക്കുന്നവരാണ്. അതിന് ലിംഗഭേദമോ പ്രായഭേദമോ ജാതിഭേദമോ മതഭേദമോ ദേശകാലഭേദങ്ങളോ ഇല്ല. സർവചരാചരങ്ങൾക്കുള്ളിലും ഈ ബോധസ്ഫുരണമുണ്ട്. പല നാമരൂപാധികളോട് കൂടിയവയാണെങ്കിലും ഈ സ്ഫുരണം എല്ലാറ്റിലും ഒന്നാണ്. എത്ര തന്നെ തിരമാലകൾ ഉയർന്നമർന്നാലും എല്ലാം തന്നെ കടലായിരിക്കുന്നത് പോലെ. ഏതെല്ലാം പേരോടുകൂടി മാല, വള, മോതിരം എന്നിങ്ങനെ വിവിധ രൂപങ്ങളോടുകൂടി ആഭരണങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം സ്വർണമായിരിക്കുന്നത് പോലെ. ചട്ടി, കലം, കുടം എന്നിങ്ങനെ വിവിധ നാമരൂപങ്ങളോടുകൂടി എല്ലാ മൺപാത്രങ്ങളും മണ്ണായിരിക്കുന്നത് പോലെ അഖണ്ഡമായ ഈ ബോധസത്ത അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അത് തന്നെ ഒന്നായ മാമതി. അത് യഥാർത്ഥത്തിൽ പ്രകാശമാണ്. അഹം ഇരുളല്ല എന്ന് ആത്മോപദേശ ശതകത്തിൽ ഭഗവാൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഏത് ഇരുട്ടിലായാലും എന്നെ അറിയാൻ എനിക്ക് വേറൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അപ്രകാരം ഏറ്റവും പ്രകാശപൂർണമായി മഹത്തായ മതി തന്നെ ആദി അറിവ്. ഈ ഓരോ അറിവ് പലതായി തീർന്നത് എങ്ങനെ? അതിൻ്റെ ഉത്തരമാണ് ഗുരു 1000 ത്രിപുടി വന്ന് ആശു തൻ മതി മറന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ കൃതികളിൽ പലയിടത്തും കാണുന്ന ഒരു വാക്കാണ് ത്രിപുടി. 3 പുടങ്ങളോടുകൂടെ. പുടം എന്നാൽ ഇതൾ അഥവാ വശം. 3 പുടങ്ങളോട് കൂടിയതാണ് നമ്മുടെ ഓരോ അനുഭവവും. ഒന്ന് തന്നെയാണ് 3ആയി നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അനേകം ദൃശ്യ 1000 അനുഭവങ്ങള് അല്ലെങ്കിൽ എണ്ണമറ്റ ചിന്തകള്, വിചാരങ്ങള്, ഭാവനകള് നമ്മളിലേക്ക് വരുന്നു. ഏകമായ ബോധത്തിൽ നിന്ന് എണ്ണമറ്റ ത്രിപുടികൾ വന്ന് എണ്ണമറ്റ ചിന്തകൾ, ജഡബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അറിവ്, അറിയപ്പെടുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ദൃക്ക്, ദൃശ്യം, ദർശനം, ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം എന്നിങ്ങനെ 3ആയി തിരിഞ്ഞാണ് നമ്മൾ ഓരോന്നിനെയും അറിയുന്നത്. യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ മനസ്സ് തന്നെയാണ് ദിക്കും ദൃശ്യവും ദർശനവും എല്ലാം തന്നെ നമ്മെ അനുഭവിപ്പിക്കുന്നത്. അതേ മനസ്സുപയോഗിച്ച് തന്നെ വേണം നമുക്ക് മനസ്സുണ്ടാക്കി ത്രിപുടിയുടെ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാൻ. ഇത് പ്രത്യേകം വളരെ വ്യക്തമായിട്ട് ബ്രഹ്മബിന്ദു ഉപനിഷത്തിൽ പറയുന്നുണ്ട്. മന ഏവ മനുഷ്യനാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്ത നിർവിഷയം സ്മൃതം എന്ന് മനസ്സിൻ്റെ ഈ 2 ഭാവങ്ങളെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് എണ്ണമില്ലാത്ത ത്രിപുടികൾ ഉയർന്നു വന്നപ്പോൾ തൻ മതി മറന്നുപോയി എന്നതാണ് ബന്ധനത്തിൻ്റെ ആദ്യത്തെ കാരണം. 8 കാലി സ്വയം വല നെയ്ത് അതിൽ തന്നെ ബന്ധനത്തിൽ എന്നോണം ഇരിക്കുന്നത് പോലെയാണ് ഇത് സംഭവിക്കുന്നത്. വളയും മാലയും ഒക്കെ തങ്ങൾ സ്വർണമാണെന്ന് മറക്കുന്നത് പോലെ, ചട്ടിയും കുടവും കലവും ഒക്കെ തങ്ങൾ മണ്ണാണെന്ന് മറക്കുന്നത് പോലെ, കടലിൽ നിന്ന് ഉയർന്ന് കടലിൽ തന്നെ അമരുന്ന തിരമാലകൾ തങ്ങൾ ജലമാണെന്ന് മറക്കുന്നത് പോലെ നാം അദ്വൈതമായ ആ പരമാത്മ സത്തയാണ് എന്ന് മറന്നുപോയി. ആവരണ വിക്ഷേപങ്ങളോടെ അവിദ്യാരൂപിണിയായ മായ നമ്മെ ജ്ഞാനത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. ഇതോടെ നമുക്ക് അന്നാദിയിൽ പ്രിയമുയരുന്നു. അന്നാദി എന്നാൽ അന്നം ആദിയായവ. തൻ്റെ സ്വരൂപം തന്നെ ആനന്ദമാണ് എന്ന് മറന്ന് സ്വരൂപ വിസ്മരണമുണ്ടായി അല്പ ആനന്ദങ്ങൾക്ക് പുറകെ നാം അലയുന്നു. വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല അന്നം. 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അന്നമാണ്. കാഴ്ചകളൊക്കെ കണ്ണിൻ്റെ അന്നമാണ്, കേൾവികളൊക്കെ കാതിൻ്റെ അന്നമാണ്, സ്പർശങ്ങളൊക്കെ ത്വക്കിൻ്റെ അന്നമാണ്, രസങ്ങളൊക്കെ നാവിൻ്റെ അന്നമാണ്, ഗന്ധങ്ങളൊക്കെ മൂക്കിൻ്റെ അന്നമാണ്. ഇങ്ങനെ എത്ര തന്നെ അന്നം അനുഭവിച്ചാലും ഇന്ദ്രിയങ്ങൾക്ക് മതി വരില്ല. അനുഭവിക്കും തോറും ആഗ്രഹങ്ങൾ കൂടി വരും. ആഗ്രഹങ്ങൾ കൂടി വരും തോറും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സങ്കടങ്ങളും കൂടി വരും. ആശയാണ്, ആഗ്രഹമാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്ന് ശ്രീബുദ്ധൻ. അന്നാദി എന്നത് മറ്റൊരു വിധത്തിൽ നമുക്ക് കാണാം. ആത്മോപദേശ ശതകത്തില് നാം അറിവിലേക്ക് ഉണരാത്തതിൻ്റെ കാരണം ഗുരു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഉണരണമിന്നി ഉറങ്ങണം, ഭുജിച്ചീരണം അശനം ഉണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാലാരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം. ഉണരുക,
ഉണർന്നാൽ ഉറങ്ങുക, ഉറങ്ങിയാൽ ഉണരുക, ഭക്ഷണം കഴിക്കുക, ഇണ ചേരുക എന്നിങ്ങനെയുള്ള താത്പര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ പോലെ ഉയർന്നുയർന്നു വരുന്നത് കൊണ്ട് മാറ്റങ്ങൾ ഏതും സംഭവിക്കാതെ നിൽക്കുന്ന ആത്മരൂപത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അറിവിന് അല്ലെങ്കിൽ ആത്മാവിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. തൃപ്തി എന്ന രണ്ടക്ഷരം അധികം പേരും അറിഞ്ഞിട്ട് ഗുരു പറയും, പണം അധികമായാൽ മനുഷ്യൻ ചീത്തയാകും, തൃപ്തിയാണ് വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതിക്ക് ഉള്ളവയെ നമുക്ക് ലഭ്യമായവയിൽ തൃപ്തി ഉണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല തിന്മകളും സംഭവിക്കില്ലായിരുന്നു. പണത്തിനും പദവിക്കും പ്രശസ്തിക്കും മറ്റു ഭൗതികമായ അല്പ ആനന്ദങ്ങൾക്കും പുറകെ ഓടി മനുഷ്യൻ തളർന്നു വീഴുന്നത് ആടലാം കടലിലേക്കാണ്, ദുഃഖക്കടലിലേക്കാണ്. ശിവപ്രസാദ പഞ്ചകത്തിന്റെ 2ാമത്തെ ശ്ലോകത്തിൽ ഇതേ ആശയം ഗുരു വളരെ വ്യക്തമായി പ്രകടിപ്പിച്ചിരിക്കുന്നു. പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയിർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം, കരളീന്ന് കളഞ്ഞ് കരിങ്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ. സമ്പത്തെന്നും ശരീരമെന്നും മക്കളെന്നും ജീവിതത്തിലെ ഐശ്വര്യമെന്നും ഒക്കെയുള്ള വിചാരം എപ്പോഴും നമ്മെ ആപത്തിലേക്ക് വലിച്ചിഴയ്ക്കും. ഇത്തരം വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്നും നിശേഷം കളഞ്ഞ് സംസാരമാകുന്ന ദുഃഖക്കടലിൽപ്പെട്ട് വലയാതെ പൊതിഞ്ഞു പിടിച്ച് രക്ഷിക്കുന്നത് നീയാണ്. കടലാങ്കടലിൽ ഒന്നായി വീണു വലയുന്നതാണ് ആശയം, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം. ദുഃഖമാകുന്ന കടലിൽ മുഴുവനായി വീണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ കൈകാലിട്ടടിച്ച് തളരുകയാണ് നമ്മുടെയൊക്കെ മനസ്സുകൾ. അപ്പൊ ദുഃഖക്കടലിൽ നാം തന്നെ സ്വയം ചെന്ന് വീഴുന്നതാണ്, ആരും നമ്മെ അതിലേക്ക് തള്ളിയിടുന്നു. എന്ന് വെച്ചാൽ നാം അനുഭവിക്കുന്ന സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണക്കാര് നാം തന്നെയാണ്, മറ്റാരുമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ശത്രു നാം തന്നെ എന്നർത്ഥം. വലയുന്നത് എൻ്റെ ആശയമാണ്, ഞാനല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിണ്ടനന്ദിയില് ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി എന്ന് പറയുന്നിടത്ത് എന്നെയല്ല ഭഗവാൻ ഗർഭത്തിൽ വെച്ച് വളർത്തി, എൻ്റെ പിണ്ഡത്തെയാണ്. ഞാൻ ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നാണ്, ഇപ്പോൾ ഉള്ളതും നാളുകളിൽ ഉണ്ടായിരിക്കുന്നതുമാണ്. അതായത് നിത്യമായ ആത്മസ്വരൂപമാണ് ഞാൻ. എന്നെ യാതൊരു ദുഃഖത്തിനും നനയ്ക്കാനോ യാതൊരു സുഖത്തിനും ഉണക്കാനോ പറ്റില്ല. ഭഗവത്ഗീതയിലും ഭഗവാൻ ഈ ആത്മാവിൻ്റെ ഗുണങ്ങളെ സാഖ്യയോഗത്തിൻ്റെ 24ാമത്തെ ശ്ലോകത്തിലൊക്കെ ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട്. ആത്മാവ് ഛേദിക്കപ്പെടാവുന്നതോ ദഹിക്കപ്പെടാവുന്നതോ അല്ല. അവൻ നിത്യനും സർവവ്യാപിയും സ്ഥിരനും അചഞ്ചലനും സനാതനുമാണ്. വിവേക ചൂടാമണിയിലെ ശങ്കരാചാര്യര് 136ാം ശ്ലോകത്തില് ജനന മരണങ്ങളില്ലാത്ത ആത്മാവിനെ കുറിച്ച് പറയുന്നതും ഇതേ ആശയത്തിൽ തന്നെയാണ്. അതുപോലെ ആത്മോപദേശ ശതകത്തിൽ വീണ്ടും പറയും, മരണവുമില്ല പുറപ്പുമില്ല വാഴ്വും എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നു. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം ഇവ ചേർന്ന അന്ധകരണമാണ് വലയുന്ന ആശയം. ആശയം ഗതിപെറും. ഞാനെന്ന ആത്മസ്വരൂപം എല്ലാ അനുഭവത്തിനും സാക്ഷി മാത്രമാണ്. ഈ സത്യം പക്ഷേ നാം അറിയാതെ പോകുന്നു. ആടലാം കടലിൽ വീണാലും വലയാതിരിക്കാൻ ഈ സത്യം നാം ഗ്രഹിക്കണം. ഒരു കഥാപാത്രമായി വേഷം കെട്ടി വേദിയിൽ ആടുമ്പോൾ ആ കഥാപാത്രത്തിന്റെ വികാര പ്രകടനങ്ങൾ യാതൊന്നും തന്നെ നടനെ ബാധിക്കാത്ത പോലെ എനിക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. ഞാൻ ബന്ധനത്തിലല്ല എന്ന അറിവാണ് ബന്ധനത്തിൽ നമ്മെ മോചിപ്പിക്കുന്നത്. മോചനത്തിനായി ഗുരു കണ്ടെത്തുന്ന മാർഗമാണ് ശ്ലോകത്തിന്റെ 2ാമത്തെ പകുതി. ഗതിപെറും നാദഭൂമിയിൽ അമരണം. എന്നിട്ട് ആവിരാഭ, ആത്മാവിന്റെ ശോഭ, ആത്മപ്രകാശം പടരുന്ന ചിന്നാഭിയിൽ, ചിത്താകുന്ന നാഭിസ്ഥാനത്ത് ത്രിപുടിയില്ലാതെ കലർന്ന് ആറി ശമിക്കണം. യോഗതന്ത്രാദികളൊക്കെ ഗുരു പരിശീലിച്ചിരുന്നു. ഏതൊരു ശാസ്ത്രത്തിന്റെ വഴിയിലൂടെയാണ് ആയാലും എത്തിച്ചേരേണ്ട ലക്ഷ്യം ഒന്നാണ്. പല പേരിലും പല ദേശത്തിലുമുള്ള നദികളുടെ എല്ലാം ലക്ഷ്യം കടലിൽ ചേരുക എന്നതാണ്. ഗതി പെറുന്ന മേൽഗതി ഉണ്ടാക്കുന്ന നാദഭൂമിയിൽ അമരുകയാണ് ആദ്യം വേണ്ടത്. ആത്മാനുഭൂതി അനുഭവിക്കാനുള്ള ഒരു യോഗമുറയാണ് നാദ അനുസന്ധാനം, നാദലയ യോഗം. ആത്മാനന്ദമാകുന്ന കരു ലഭ്യമാകാൻ
കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതണമെന്ന് ആത്മോപദേശ ശതകത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരു പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി നാദഭൂമിയിൽ ചെന്നെത്തണം. യോഗശാസ്ത്രത്തിൽ കുണ്ടലിനി ശക്തി ഉണർന്ന് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്നീ ചക്രസ്ഥാനങ്ങൾ കഴിഞ്ഞ് ഹൃദയത്തിലെത്തുമ്പോൾ, അനാഹതത്തിലെത്തുമ്പോൾ ആ അനാഹത മണ്ഡലത്തിൽ നിന്ന് വേണുവിൻ്റെയും വീണയുടെയും ഒക്കെ നാദം കേൾക്കാം. ഈ അനാഹത മണ്ഡലമാണ് നാദഭൂമി. അവിടെ ചേർന്നമർന്നിരുന്നാൽ ആത്മപ്രകാശം പടരുന്ന ചിന്നാഭിയിൽ യോഗിക്ക് ചേർന്നലിയാം. ശങ്കരാചാര്യരുടെ പ്രബോധ ചന്ദ്രോദയത്തില് 148-ാം ശ്ലോകത്തിലും ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ആത്മോപദേശ ശതകത്തിന്റെ 16-ാം ശ്ലോകം, 52-ാം ശ്ലോകത്തിലൊക്കെ ഈ നാദലയ ഭൂമിയെ ഗുരു വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തില് ചിദഗ്നി കുണ്ടസംഭൂത എന്ന ദേവിയെ പര്യായപദമായിട്ട് കാണുന്നു. പ്രകാശത്തില് പ്രകാശം പോലെ ചേർന്നലിഞ്ഞു കഴിഞ്ഞാൽ സ്വരൂപമായ ആനന്ദത്തിൽ അമർന്ന് അതുതന്നെ ആയിത്തീരുമ്പോൾ ദുഃഖിക്കാനും സന്തോഷിക്കാനും രണ്ടാമതൊന്നില്ലാതെ അദ്വയമായ അഖണ്ഡ ആനന്ദമാകുന്ന ഒന്നായ മാമതി തന്നെയാണെന്ന പരമമായ അറിവ് എനിക്ക് എന്നാണ് ഉണ്ടാകുന്നത്. മറഞ്ഞിരുന്നതിനെ പ്രകാശിപ്പിക്കുന്നവളായ ജനനിയെ സംബോധന ചെയ്തുകൊണ്ട് ഗുരു ഈ ചോദ്യം ഉന്നയിക്കുന്നു. എന്നാണ് എന്ന ഉത്കണ്ഠയുടെ അർത്ഥം അധികം വൈകാതെ എനിക്ക് ആത്മാനുഭവം നൽകി അനുഗ്രഹിക്കണമേ എന്നാണ്. ആ പരമമായ ആനന്ദത്തെ അനുഭവിക്കാൻ ആ നാദഭൂമിയിൽ അമർന്ന് ആ ത്രിപുടി അറുമ്പടി, ഇപ്പം യോഗസാധനയിലൂടെ തപസ്സിലൂടെ നേടുന്ന ആ അന്തർശീതളത അതൊരിക്കലും നശിക്കുന്നതല്ല. ആ പരമമായ ആനന്ദം അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരമലലുകൾ അത്രയും അർച്ചനാ കുസുമങ്ങളായി ജ്ഞാനസ്വരൂപിണിയായ ഒന്നായ മാമതിയായ ശരദാംബയുടെ പാദകമലങ്ങളിലേക്ക് സവിനയം സമർപ്പിക്കുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. നന്ദി, നമസ്കാരം.